മണി ട്രെൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 3 സ്റ്റോക്കുകളെ കുറിച്ചാണ്. കിർലോസ്കർ ബ്രദേഴ്സ്, ഓസ്വാൾ പമ്പ്സ്, ശക്തി പമ്പ്സ്. ഈ 3 സ്റ്റോക്കുകൾ ഈ ഇൻഡസ്ട്രിയിലെ ഏറ്റവും നല്ല സ്റ്റോക്കുകളിൽ പെടുന്നവയാണ്. കിർലോസ്കർ ബ്രദേഴ്സ് ലിമിറ്റഡ് ഈ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തത് 1888-ലാണ്. ഈ കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പൂനെയിലാണ്. ഇവര് ഇന്ത്യയിലെ ഏറ്റവും വലിയ പമ്പ് നിർമ്മാതാക്കളാണ്. ഏകദേശം 15-18% മാർക്കറ്റ് ഷെയർ. വളരെ വലിയ ഒരു പ്രോഡക്റ്റ് റേഞ്ച് ഈ കമ്പനിക്കുണ്ട്. അത് ഇൻഡസ്ട്രിയൽ പമ്പ്സ് ആണെങ്കിലും അഗ്രികൾച്ചറൽ പമ്പ്സ് ആണെങ്കിലും രാജ്യം മുഴുവൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡീലർ ആൻഡ് സർവീസ് നെറ്റ്വർക്ക് ഇവർക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. ഇവരുടെ ലീഡർഷിപ്പ് പൊസിഷന് ഇത് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലായിടത്തും ഇവർക്ക് ഡീലർ നെറ്റ്വർക്കും അതുപോലെ സർവീസ് നെറ്റ്വർക്കും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. ഇത് അവരെ മാർക്കറ്റ് ലീഡറായിട്ട് നിലനിർത്താനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഓസ്വാൾ പമ്പ്സ് ലിമിറ്റഡ് ഈ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തത് 1983-ലാണ്. ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വന്ന് പഞ്ചാബിലാണ്. ഇവര് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള സോളാർ പമ്പ് മാനുഫാക്ചറർ ആണ്. ഇപ്പോ ഇവർക്ക് ഏകദേശം 2-4% മാർക്കറ്റ് ഷെയർ ഇന്ത്യയിലുണ്ട്. ഓസ്വാൾ പമ്പ്സ് വെർട്ടിക്കലി ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സോളാർ പമ്പ് മാനുഫാക്ചറർ ആണ്. ഈ കമ്പനി അവർക്ക് വേണ്ട എല്ലാ പാർട്സും, സോളാർ പമ്പ്സിന് വേണ്ട എല്ലാ പാർട്സും അവർ ഇൻഹൗസ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഇന്റർനെറ്റ് കണക്റ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് അവർ യൂസ് ചെയ്യുന്നത്. ഓസ്വാൾ പമ്പ്സ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഇറിഗേഷൻ ഇനീഷ്യേറ്റീവ്സിന്റെ കീ പ്ലെയർ ആണ്. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് നേടാൻ കമ്പനീസ് വളരെയധികം സഹായിക്കുന്നുണ്ട്. ശക്തി പമ്പ്സ് ഈ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തത് 1982-ലാണ്. ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻഡോറിലാണ്. ഇവർക്ക് ഏകദേശം 7% മാർക്കറ്റ് ഷെയർ ഉണ്ട്. ഇവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് സോളാർ സബ്മിസിബിൾ പമ്പ്സിലാണ്. ഇന്നോവേഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആയതുകൊണ്ട് ഏകദേശം 120ഓളം പേറ്റന്റ്സ് ഈ കമ്പനിക്കുണ്ട്. ഇവരുടെ സോളാർ പമ്പ്സ് അഗ്രികൾച്ചറിലും അതുപോലെ ഗവൺമെന്റിന്റെ പല ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിലും യൂസ് ചെയ്യുന്നുണ്ട്. സോളാർ പമ്പുകളും അതുപോലെ ശക്തി പമ്പ്സിന്റെ കഴിഞ്ഞ 3 കൊല്ലത്തെ സെയിൽസ് ഗ്രോത്ത് CAGR നോക്കുകയാണെങ്കിൽ 30.17% ആയിരിക്കും. ഇത് 5 ഇയർ CAGR നോക്കുകയാണെങ്കിൽ 47.37% ആയിരിക്കും. പ്രോഫിറ്റ് ഗ്രോത്ത് 3 കൊല്ലത്തെ 92.02% ആണ്. കഴിഞ്ഞ 3 കൊല്ലത്തെ 84.3% ആണ്. ഓസ്വാൾ പമ്പ്സിന്റെ സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ ഒരു വർഷത്തെ 64% ആണ്. പ്രോഫിറ്റ് ഗ്രോത്ത് കഴിഞ്ഞ ഒരു കൊല്ലം 159.47% ആണ്. കിർലോസ്കർ ബ്രദേഴ്സിന്റെ സെയിൽസ് ഗ്രോത്ത് CAGR നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 കൊല്ലത്തെ CAGR ഗ്രോത്ത് 10.23% ആണ്. പ്രോഫിറ്റ് ഗ്രോത്ത് കഴിഞ്ഞ 3 കൊല്ലത്തെ 49.67% ആണ്. കഴിഞ്ഞ 5 കൊല്ലത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 27.05% CAGR ആണ്. ഈ 3 കമ്പനികളുടെ കമ്പാരിസൺ നമുക്ക് നോക്കാം. മാർക്കറ്റ് ക്യാപ്പ് കിർലോസ്കർ ബ്രദേഴ്സിന് 14,403 കോടി രൂപയാണ്. ഓസ്വാൾ പമ്പ്സിന് 7,780 കോടി രൂപയാണ്. ഏകദേശം ഓസ്വാൾ പമ്പ്സിന്റെ ഡബിൾ സൈസ് ഉണ്ട് കിർലോസ്കർ ബ്രദേഴ്സിന്റെ മാർക്കറ്റ് ക്യാപ്പ്. ശക്തി പമ്പ്സ് 9,824 കോടി രൂപയാണ്. കിർലോസ്കർ ബ്രദേഴ്സിന്റെ കറന്റ് പ്രൈസ് 1813 ആണ്. ഓസ്വാൾ പമ്പ്സിന്റെ 682 ആണ്. ശക്തി പമ്പ്സിന്റെ 796 ആണ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് കിർലോസ്കർ ബ്രദേഴ്സിന്റെ 22.28 ആണ്. 76.87 ആണ് ഓസ്വാൾ പമ്പ്സിന്റെ. ശക്തി പമ്പ്സിന്റെ അത് 58.46 ആണ്. കമ്പനിയുടെ നെറ്റ് സെയിൽസ് ഗ്രോത്ത് നമുക്ക് നോക്കാം. കിർലോസ്കറിന്റെ നെറ്റ് സെയിൽസ് ഗ്രോത്ത് നമുക്ക് നോക്കാം. 6.66 ആണ്. ഓസ്വാൾ പമ്പ്സിന്റെ 64.29 ആണ്. 10 ടൈംസ് ആണ്. ശക്തി പമ്പ്സിന്റെ 91.85 ആണ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഗ്രോത്ത് 7.68 ആണ് കിർലോസ്കർ ബ്രദേഴ്സിന്റെ. ഓസ്വാൾ പമ്പ്സിന്റെ 159.47 ആണ്. ശക്തി പമ്പ്സിന്റെ 235.98 ആണ്. ഹ്യൂജ് ഗ്രോത്ത് ആണ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മാർജിൻ പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ കിർലോസ്കർ ബ്രദേഴ്സിന് 9% ആണ്. ഓസ്വാൾ പമ്പ്സിന്റെ 18 ആണ്. ശക്തി പമ്പ്സിന്റെ 15 ആണ്. നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 262 crores ആണ് കിർലോസ്കർ ബ്രദേഴ്സ് കഴിഞ്ഞ കൊല്ലം ചെയ്തിട്ടുള്ളത്. നെറ്റ് പ്രോഫിറ്റ് കിർലോസ്കർ ബ്രദേഴ്സിന്റെ 262 ആണ്.
230 ആണ്. ഓസ്വാൾ പമ്പ്സിന്റെ ശക്തി പമ്പ്സിന്റെ 393 ആണ്. നെറ്റ് സെയിൽസ് കഴിഞ്ഞ കൊല്ലം 2901 ആയിരുന്നു കിർലോസ്കർ ബ്രദേഴ്സ് ചെയ്തത്. ഓസ്വാൾ പമ്പ്സിന്റെ 1271 ആണ്. ശക്തി പമ്പ്സിന്റെ 2479 ക്രോർസ് ആണ്. ഇബിറ്റ മാർജിൻ വന്ന് 12.2 ആണ്. ഓസ്വാൾ പമ്പ്സിന്റെ 27.76 ആണ്. ശക്തി പമ്പ്സിന്റെ 22.65 ആണ്. ക്യാഷ് ഇൻ ബാങ്ക് നോക്കുകയാണെങ്കിൽ 96.39 ക്രോർസ് ആണ് കിർലോസ്കറിന്റെ. ഓസ്വാളിന്റെ 8.86 ആണ്. 151 ക്രോർസ് ആണ് ശക്തി പമ്പ്സിന്റെ കയ്യിലുള്ളത്. ടോട്ടൽ ഡെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9.41 ആണ്. 265.95 ആണ് ഓസ്വാൾ പമ്പ്സിന്റെ. ശക്തി പമ്പ്സിന്റെ 127 ക്രോർസ് ആണ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമുക്ക് നോക്കാം. കിർലോസ്കർ ബ്രദേഴ്സിൽ 50 to 55% ആണ് പ്രൊമോട്ടേഴ്സിന്റെ ഹോൾഡിംഗ്. ഓസ്വാൾ പമ്പ്സിൽ അത് 75.67 ആണ്. ശക്തി പമ്പ്സിൽ അത് 50.27 ആണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ നോക്കുകയാണെങ്കിൽ 0.38 ആണ് കിർലോസ്കർ ബ്രദേഴ്സിന്റെ. 9.77% ആണ് ഓസ്വാൾ പമ്പ്സിന്റെ. 6.42 ആണ്. FIIസിന്റെ 6% ആണ് കിർലോസ്കറിന്റെ. ഓസ്വാളിന്റെ 3.76% ആണ്. ശക്തി പമ്പ്സിന്റെ 5.60% ആണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കിർലോസ്കർ ബ്രദേഴ്സിൽ 6% ആണ്. ഓസ്വാളില് 3.76 ആണ്. ശക്തി പമ്പ്സിൽ 5.60 ആണ്. ഏത് സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു 1 ഇയർ ഔട്ട്ലുക്ക് ആണെങ്കിൽ ഓസ്വാൾ പമ്പ്സ് ആയിരിക്കും ബെസ്റ്റ്. ഹയസ്റ്റ് ഗ്രോത്ത് തന്നിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. അതുപോലെ കഴിഞ്ഞ ഒരു കൊല്ലം 45% റിട്ടേൺ തന്നു. സോളാർ സെക്ടർ വളരെയധികം ബൂമിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. റിസ്ക് ലെവൽ വളരെ ഹൈ ആണ്. വളരെ അഗ്രസീവ് ആയിട്ടുള്ള പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഒരു 3 ഇയർ ഔട്ട്ലുക്കില് ശക്തി പമ്പ്സ് ആണ് ബെസ്റ്റ് ചോയ്സ്. നല്ല എക്സ്പോർട്ട് ഗ്രോത്ത് ഉണ്ട്. ഒരു R&D വളരെ സ്ട്രോങ് ആണ്. റിസ്ക് ലെവൽ നോക്കുകയാണെങ്കിൽ മോഡറേറ്റ് ആണ്. ഒരു 5 ഇയർ ഔട്ട്ലുക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിർലോസ്കർ ബ്രദേഴ്സ് ആണ് ബെസ്റ്റ് ചോയ്സ്. ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ള കമ്പനിയാണ്. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ ആണ്. വളരെ ലോങ് ടേം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. പഴക്കം ചെന്ന ഒരു കമ്പനിയാണ്. റിസ്ക് ലെവൽ കമ്പാരിറ്റീവ്ലി ലോ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ ഈ ചാനലിന്റെ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.